ചക്ക വിഭവങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചക്ക വെച്ചൊരു അടിപൊളി പായസം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നതും ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി വെക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടതായിട്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ചക്ക വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ വഴറ്റിൽ തന്നെ ഇതൊന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നമ്മളുടെ ചക്ക നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഈ ശർക്കരപ്പാനി പാതി വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ജവ്വരി ഒന്ന് കുതിർത്ത് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നാളികേരത്തിൻ്റെ 2ാം പാല് കൂടി. ഈ 2ാം പാലിൽ കിടന്ന് നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ചക്കയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. 1ാം പാല് ചേർത്തതിന് ശേഷം നല്ലപോലെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജവ്വരി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പായസത്തിന് ഒരു കനം കിട്ടാൻ വേണ്ടിയാണ്, ഒരു തിടുപ്പ്. അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ അരി കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചരിയാണ് കേട്ടോ ചേർക്കേണ്ടതായിട്ട്. ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും നാളികേരക്കൊത്തുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയുള്ള നമ്മുടെ ചക്കപ്പഴം വെച്ചുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.